ജെയിംസ് എന്തിനാ അന്നങ്ങനെ പോലീസിൽ മൊഴി കൊടുക്കാൻ പോയേ? കാഞ്ഞിരപ്പള്ളിക്കാരോടുള്ള ശത്രു കൊണ്ട് മാത്രം സ്റ്റാൻലി ഒപ്പിച്ച പണിയാ ചോരകളി ഇത്ര ഉണ്ടാക്കിയത്. എത്ര പിള്ളേർ ആശുപത്രിയിലായെന്നറിയോ? ആ, എന്ന് ഡിസ്ചാർജ് ചെയ്യാന്ന് പറഞ്ഞേ? മിക്കവാറും നാളെ കഴിഞ്ഞത്തേക്ക് പോവാം. ഇത്രയും ദിവസം ഒരു ആശ്വാസം ഉണ്ടായിരുന്നു. ഇവിടെ വന്ന് കുറച്ചു സമയം ഇരിക്കാലോ. ഹോസ്റ്റലിൽ നിന്ന് ഞാൻ വീട്ടിൽ പോവാറേ ഇല്ല. അത്രയ്ക്ക് വെറുപ്പുമുട്ടില്ല എനിക്കവിടെ. സാറ്റർഡേയും സൺഡേയും ഏതായാലും ഫ്രണ്ടിന്റെ വീട്ടിൽ പോകും. എന്താടാ ഇത്? അച്ഛാ, ഇത് കല്ലുകാരൻ കുട്ടപ്പായുടെ മോളാ അനിത, എന്റെ ക്ലാസ്മേറ്റാ. അത് മനസ്സിലായി. ഇവക്ക് ഇവിടെ എന്നാ കാര്യം? അത് ശരി. അപ്പൊ ഞാൻ കരുതിയത് തന്നെ സഹതാപതരംഗം. ചിറ്റപ്പനടിച്ച് കൈയും കാലും ഒടിച്ച സഹപാഠിയോട് സഹതാപം തോന്നുക, എന്നിട്ടത് പ്രേമമായിട്ട് വളരുക. എടി കൊച്ചേ, നീ ഇതെന്നാ ഉദ്ദേശിച്ചോണ്ടാ? കാഞ്ഞിരപ്പള്ളിക്കാരുടെ കണക്കപ്പിള്ളയുടെ മകനാ ഇവനെന്നങ്ങനെ അവരറിഞ്ഞാല് ഞങ്ങളോടുള്ള വാശി മുഴുവൻ ഇവന്റെ മുഖത്ത് തീർക്കും. അതിനിടവരുത്തായിരുന്ന രണ്ടു കൂട്ടർക്കും കൊള്ളാം. അത് ഞാൻ പോ. ഇനി അധികം നിക്കണ്ട. ആരെങ്കിലും കണ്ടു കഴിഞ്ഞാല് അടുത്ത പൊല്ലാപ്പിന് അത് മതി. ചെല്ല്. ഒരു നേരം ഭക്ഷണം കഴിച്ചില്ലേലും ദിവസവും പള്ളി പോക്ക് മുടക്കില്ലല്ലേ ദീനാമച്ചി? ഞങ്ങൾക്ക് പള്ളിയും കർത്താവും അല്ലാതെ പിന്നെ എന്നാ ഒരു ആശ്രയം? ദിവസവും പള്ളിയിൽ കൊണ്ടുപോയി കർത്താവിന്റെ മണവാട്ടിയാക്കാമെന്നങ്ങൾ നേർന്നാലേ എവിടെയോ ഇവിടെ കെട്ടായിരിക്കുന്ന ചെറുക്കം പിന്നെ എന്നാ ചെയ്യും? തൽക്കാലം ഞാൻ ഒരു കർത്താവിന്റെയും ഭർത്താവിന്റെയും മണവാട്ടിയാകാൻ തീരുമാനിച്ചിട്ടില്ല. പോരെ? ഇന്നലെ എന്താ സണ്ണിച്ച താഴത്തങ്ങാടി വെച്ച് എന്തോ തല്ലോ വഴക്കുണ്ടായെന്ന് കേട്ടല്ലോ. ഒരു പുതിയ കണക്ക്. കല്ലൂക്കാരന്മാരൊരു പട്ടിക്ക് പേയിളകി. ഞാനൊരു പല്ലങ്ങ് പറിച്ചു, അത്രേ ഉണ്ടായുള്ളൂ. അല്ലേലും അയാൾ ഒരു മഹാവൃത്തികെട്ടവനാ. സണ്ണിച്ചായി നന്നായിട്ട് കൊടുത്തെന്ന് കേട്ടല്ലോ. ജീപ്പിക്കാർ, ഞാൻ തോട്ടത്തിലേക്കാ. വീട്ടിലിറക്കാം. കേറ്. ഇത്ര സില്ലി ആയിട്ടുള്ള ഒരു കാര്യത്തിന് നീ ഇങ്ങനെ ടെൻഷൻ അടിച്ചാലോ? ഇച്ചായൻ 2 ദിവസം ഒന്ന് മാറി നിന്നപ്പോ എന്തൊക്കെ പുകല. നീ അത് വിട്. എന്തിനാടി? തടിമാടന്മാര് 4 എണ്ണമല്ലേ നിനക്ക് ആംഗ്ലമാരായിട്ട്? നീ തരോട്ടിരിക്കെ. ഇനി ആ ഇൻസിഡന്റിന്റെ പേരില് നിന്നെ ആരെങ്കിലും കമന്റ് അടിച്ചാ നീ ഇച്ചായനോട് പറഞ്ഞാൽ മതി. ഇച്ചായന്റെ ഇടി അറിയാലോ അല്ലേ? നീ ശനിയാഴ്ച വീട്ടിലേക്ക് വാ, നമുക്ക് ഔട്ടിങ്ങിനൊക്കെ പോവാം. പോട്ടെന്നാ. ഇച്ചായ എനിക്കൊന്നും കൊണ്ടുവന്നില്ലേ? എന്ത്? അപ്പൊ ഇച്ചായൻ അത് മറന്നുല്ലേ? അതെ, ഉള്ള സ്വീറ്റ്സ് ഒക്കെ വാരി വലിച്ചു വെച്ച് തടി കൂട്ടിയാലേ കെട്ടാൻ വരുന്ന ചെക്കന് ഒരു ഗുണ്ടുമണിയെ വേണ്ടെന്ന് പറയും കേട്ടോ. പോട്ടെ ചായ. ഇതിനെന്താ വില? 8 രൂപ. എത്ര ദിവസമായി നിന്നെ കണ്ടിട്ട്? ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റണ്ടേ? ബംഗ്ലാവില് 100 കൂട്ടം പണികളാ. അയ്യോ, പണിയെടുത്ത് നിന്റെ പൂമേനിയാകെ തേഞ്ഞു പോയില്ലോ കത്രി. അയ്യോ, നീ അന്തപ്പച്ചേട്ടൻ നിൽക്കുന്നോ? എന്താ? തക്കാളി. ഇയാളെ കളിയായിരുന്നോ? അയ്യോ, അവൻ എന്നെ കാണണ്ട, നീ നടക്ക്. അവൻ നിന്നെ ഫോളോ ചെയ്തു വന്നതാണല്ലേ? അയ്യോ, എനിക്കറിയില്ല. അവൻ നിന്നെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടോ? എനിക്ക് ആ കോന്തിന് ഇഷ്ടമേ അല്ലേ ചേട്ടാ. കത്രി, നിന്നോടൊത്ത് ജീവിക്കാൻ വേണ്ടി മരിക്കാനും ഞാൻ തയ്യാറാണ്. അയ്യോ, മരിച്ച പിന്നെ നമ്മളെങ്ങനെ ജീവിക്കും? സോറി കത്രി, ഞാനിത് ഓർത്തില്ല. പിന്നെ ചേട്ടനൊന്ന് വാങ്ങിത്തന്ന സാരി ഒറ്റ അലക്കിന് കീറിപ്പോയി കേട്ടോ. ഓ, എന്നാ അലക്കായിരുന്നു അത്? ശരിക്കും ഒന്നും അലക്കും കൂടി ഇല്ല, പിഴിഞ്ഞപ്പോ തന്നെ കീറിപ്പോയി. അയ്യോ, 40 കൊല്ലം പഴക്കമുള്ള ഏക സ്ഥാപനം എഴുതി വെച്ച കടയിൽ നിന്ന് വാങ്ങിയതല്ലേ? കീറിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. നീ വിഷമിക്കാതടി, കീറിയതിന് പകരം ഒരു സാരി 1 കൊല്ലം മാത്രം പഴക്കമുള്ള ഏതെങ്കിലും ഒരു കടയിൽ നിന്ന് ഞാൻ വാങ്ങിച്ചു തരാം. ഇന്ന് രാത്രി ഞാനങ്ങ് വരും, നീ കതവ് തുറന്ന് കാത്തിരിക്കണം. കത്രി പൊയ്ക്കോളൂ, അവൻ കാണണ്ട. ഐ വിൽ കം ബാക്ക്. യു ഗോ. മോഹൻ ചേട്ടാ, ഇതൊന്നും എന്താ വില? ചേട്ടാ, കത്രി എവിടെ? കത്രി എവിടെ? ഓ, ഇത് വഴുതനെയാണല്ലോ. ചേട്ടാ, കത്രി എവിടെ? നിന്റെ വേഷം കെട്ടൊന്നും എന്റെ അടുത്ത് വേണ്ട. ഇത്രയും നേരം നിന്റെ കൂടെ ഉണ്ട്. കത്രിയല്ലേ? പറടാ, കത്രിയല്ലേന്ന് പറയടാ. ആരോട് പറയരുത്, പറഞ്ഞ ജീവിതം പറയില്ലല്ലോ.
അവൾ ചത്തുപോയ എന്റെ ഭാര്യയാണടാ. ഞാൻ അറിയാതെ ചോദിച്ചു. എവിടെ മത്തായി മത്തായി എങ്ങോട്ട് പോയി ഇവൻ? എടാ എടാ ഈ പട്ടി. ഓലപ്പിശാചി നടന്നുവല്ലോ. പട്ടിയൊക്കെ കത്രി, ഇത് ഞാനാ. ഞാൻ തുറക്കെ കാത്തിരുന്ന് മുഷിഞ്ഞു ഇല്ലേ? അയ്യോ കാലുപിടി കാലുപിടി കാല്. അയ്യേ പാൻറ്റൂരെടുത്ത് ചട്ടിയിട്ടിട്ടില്ല. കൊല്ലും ഞാൻ. എടാ പിശാചേ, അയ്യോ എന്താ ഇത്? പാന്റ്. അത് മുതലാളി ഞാൻ. മുണ്ടി പോരുത്. അയ്യോ മുതലാളി അത് ഓടാ. പാതിരാത്രിക്ക് മാനം മര്യാദ കിടന്ന് ഉറങ്ങാൻ വരല്ലേ? നാണം മാനമില്ലാത്തങ്ങള്. ഓഹോ, ഞാൻ പറഞ്ഞില്ലേടി ഇവള് സമനില തെറ്റിക്കുമെന്ന്. തെറ്റിച്ചു. എന്റെ ഈശോയെ. അമ്പപ്പന്റെ ഇന്നലെ രാത്രി ഇവിടെ ഓലപ്പിശാശി വന്നതും പാൻറ്റൂരി പിശാശി ഓടിക്കളഞ്ഞതും മകള് മറന്നില്ലല്ലോ. അമ്മച്ചി രാവിലെ കുറെ വഴക്ക് പറഞ്ഞു. നടന്ന എന്താണെന്നൊന്നും എനിക്കറിയില്ല. നിനക്കൊന്നും അറിയില്ലല്ലേ? മുതലാളി തക്ക സമയത്ത് കണ്ടുകൊണ്ട് വന്നായിരുന്നെങ്കിൽ ആ മരപ്പട്ടി മത്തായി സത്യമെല്ലാം തുറന്നു പറഞ്ഞേനെ. ഒന്ന് പോകുന്നുണ്ട് ഇവിടുന്ന്. എന്റെ പൊന്ന് കത്രി, വീട്ടില് സ്വർണ്ണക്കട്ടി ഇരിക്കുമ്പോ നീ എന്തിനാ കാക്കപ്പൊന്നിന്റെ പുറകെ പോണത്? അങ്ങനെ എന്തെങ്കിലും ആവശ്യം തോന്നിയാ നിനക്ക് എന്നോട് ചോദിച്ചാ പോരായിരുന്നോ? ഞാനിവിടെ എന്തിനും തയ്യാറായി നിപ്പില്ലേ? അന്തപ്പച്ചേട്ടനൊന്ന് പോകുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ അമ്മച്ചെ വിളിക്കും. വിളിക്കടി. എന്നിട്ട് വേണം സത്യമെല്ലാം എനിക്ക് തുറന്നു പറയാൻ. ഇന്നലെ രാത്രി ഇവിടെ സംഭവിച്ചതിന്റെ പിന്നിൽ ആരായിരുന്നെന്ന് എനിക്കറിയാം. നീ ഇവിടെ എന്തിനു വന്നു? നിനക്ക് ഇവിടെ എന്താ കാര്യം? നീ കൊറേ നാളായി ഈ പെണ്ണിന്റെ പുറകെ ഇങ്ങനെ ചുറ്റി കളിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. ഓയോ ഇല്ലേ, അത് ശരിയായിരിക്കാം. പക്ഷെ ഇന്നലെ രാത്രി വന്നത് ഞാനല്ല. ഇന്നലെ രാത്രിയിൽ നീ ഇത് തന്നെയല്ലേ പറഞ്ഞത്? അത് തന്നെ ഞാൻ ഇപ്പോഴും പറയുന്നത്. അമ്മച്ചി, ഞാൻ പറയുന്നതൊന്ന് വിശ്വസിക്ക്. ഇവിടത്തെ രഹസ്യങ്ങൾ ചോർത്തിയെടുക്കാമെന്ന ഏതോ ഒരു ചാരനാണ് അവനെന്നാണ് എന്റെ വിശ്വാസം. ചാരനോ? അമ്മച്ചി ഒന്ന് സൂക്ഷിച്ചിരിക്കുന്നത് നല്ലതാ. ആകാശത്ത് ആയുധം വരെ വീഴുന്ന കാലമാ. ചിലപ്പോ അമ്മച്ചിയുടെ ജീവൻ വരെ അപകടത്തിലായേക്കാം. ജാഗ്രത. ഇൻക്ലൂഡിംഗ് കത്രീന.